1898 കോഴിക്കോട് ബ്രഹ്മസമാജത്തിൻ്റെ ശാഖ സ്ഥാപിച്ചതാര്? ഉത്തരം അയ്യത്താൻ ഗോപാലൻ. വിഖ്യാത ചിന്തകനായ നടരാജ ഗുരുക്കൾ ഏത് നവോത്ഥാന നായകൻ്റെ പുത്രനാണ്? ഉത്തരം ഡോക്ടർ പൽപ്പു. സ്നേഹലത എന്ന നോവലിൻ്റെ രചയിതാവാര്? ഉത്തരം മന്നത്ത് പത്മനാഭൻ. ഏത് സംഭവത്തോട് ബന്ധപ്പെട്ടാണ് ഗാന്ധിജി 1925 കേരളം സന്ദർശിച്ചത്? ഉത്തരം വൈക്കം സത്യാഗ്രഹം. കല്ലുമാല സമരവുമായി ബന്ധപ്പെട്ട സാമൂഹ്യ പരിഷ്കർത്താവാര്? ഉത്തരം അയ്യങ്കാളി. കൃതി രചയിതാവ്? നവഭാരത ശില്പികൾ KP കേശവമേനോൻ. ലളിതോപഹാരം കിളിപ്പാട്ട് പണ്ഡിറ്റ് കറുപ്പൻ. ഞാൻ ഒരു പുതിയ ലോകം കണ്ടു AK ഗോപാലൻ. കേരളം ഇന്നലെ ഇന്ന് നാളെ EMS നമ്പൂതിരിപ്പാട്. കേരള സർക്കാർ ആരംഭിച്ച കാർസാപ്പ് ദൗത്യം എന്തുമായി ബന്ധപ്പെട്ടത്? ഉത്തരം ആൻറ്റിബയോട്ടിക്കുകളുടെ ദുരുപയോഗം തടയൽ. ഏത് വർഷമാകുമ്പോഴേക്കാണ് സമുദ്രത്തിലെ മത്സ്യസമ്പത്തിൻ്റെ ഭാരത്തെ അവിടെ എത്തുന്ന പ്ലാസ്റ്റിക്കിൻ്റെ ഭാരം പിന്തള്ളുമെന്ന് UNO പ്രവചിച്ചിരിക്കുന്നത്? ഉത്തരം 2050. കണ്ടൽക്കാടുകൾ പരിസ്ഥിതിക്ക് നൽകുന്ന പ്രധാന സംഭാവനകളേവ? ഉത്തരം 1 മത്സ്യസമ്പത്തിൻ്റെ ഉറവിടം, 2 ജൈവ വൈവിധ്യത്തിൻ്റെ കലവറ, 3 തീരപ്രദേശത്തെ മണ്ണ് സംരക്ഷണം. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും കാഠിന്യമുള്ള പദാർത്ഥമേത്? ഉത്തരം ഇനാമൽ. എന്താണ് പെരിസ്റ്റാൾസിസ്? ഉത്തരം ആഹാരത്തിൻ്റെ അന്നനാളത്തിലൂടെയുള്ള സഞ്ചാരം. മനുഷ്യരിലെ സ്വരൂപ ക്രോമസോമുകളുടെ എണ്ണം എത്ര? ഉത്തരം 22 ജോഡി.